ജൂലിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവൾ ചെറുതായി ഭയന്നു. കാരണം ആളുടെ ബോയ്ഫ്രണ്ടും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അജി കൂടി വന്ന് കുറെ പറഞ്ഞു നോക്കിയപ്പോഴാണ് ജൂലി സമ്മതിച്ചത്. തൽക്കാലം ബോയ്ഫ്രണ്ടിനെ ഇക്കാര്യം അറിയിക്കേണ്ടെന്ന് അജി പറഞ്ഞു. ജൂലി സമ്മതിച്ച് ക്യാഷും വാങ്ങി ഫുഡും കഴിച്ചാണ് പോയത്. എന്തോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം വന്നു ചേരുന്ന പോലെ. ഇനി വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ. അപ്പച്ചിക്ക് മുന്നിൽ ജൂലിയുടെ കാര്യം അവതരിപ്പിക്കാൻ 2 ദിവസമെങ്കിലും പ്രാക്ടീസ് കൊടുക്കണം. അപ്പച്ചി എന്ത് കള്ളത്തരമാണെങ്കിലും വേഗം കണ്ടുപിടിക്കും. രാത്രിയോടെ ഇറങ്ങാമെന്ന് പറഞ്ഞെങ്കിലും അജിയുടെ ഏതോ ഫ്രണ്ട് വരുന്നെന്ന് പറഞ്ഞ് അവൻ പിടിച്ചിരുത്തി. അവൾ വന്നപ്പോഴാണ് ഉദ്ദേശം മനസ്സിലായത്. അവിടെ നിന്ന് വേഗം ഇറങ്ങി. തിരിച്ചിറങ്ങുമ്പോൾ റിസപ്ഷനിൽ അഭിനയെ കണ്ടു. ആളിച്ചിരി പഞ്ചാര പാർട്ടിയാണ്. കൂടെ നിന്ന് പെൺകുട്ടിയെ കണ്ടില്ല. പക്ഷേ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഓർമ്മ കിട്ടുന്നില്ല. എന്നത്തെയും പോലെ ഫുഡ് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. വൃത്തിയാക്കാൻ ഒരു ചേച്ചി വന്നു പോകും. ക്യാഷ് ടേബിളിൽ വെച്ച് പോയാൽ മതി. ത്രിലോക് ഉള്ളിലേക്ക് കയറി. ഫുഡ് ടേബിളിൽ വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് കുപ്പിയെടുത്തു. വൈദ്യു വേഗം ബസ്സിൽ കയറി. ഇത് കഴിഞ്ഞാൽ വേറെ ബസ്സില്ല. കവല വരെ ബസ്സുള്ളൂ. അവിടെ നിന്ന് എന്തായാലും ഓട്ടോ പിടിക്കണം. ഇരുട്ടായതുകൊണ്ട് നടക്കാൻ പേടിയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മ പതിവ് പോലെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. വന്നു കയറിയതും അച്ഛനെക്കുറിച്ചുള്ള ആദ്യമാണ്. ഉച്ചയ്ക്ക് അച്ഛനെ തീരെ വയ്യാതായി. വൈദ്യു വാങ്ങിയ മരുന്നൊക്കെ അമ്മയെ ഏൽപ്പിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. കണ്ണു നിറച്ച് കിടക്കുന്നുണ്ട്. മരുന്നിൻ്റെയും കുഴമ്പിൻ്റെയും വാസന. അതാണിപ്പോൾ അച്ഛന്. വൈദ്യുമെല്ലെ അച്ഛൻ്റെ അടുത്തിരുന്നു. ഉറച്ച ശരീരമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം തോലുമായിരിക്കുന്നു. എന്താ അച്ഛേ, വയ്യേ? വൈദ്യു അച്ഛൻ്റെ കവിളിൽ കൈവച്ചു. അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നല്ല രീതിയിൽ കെട്ടിച്ചു വിടേണ്ട മോളാണ് കുടുംബം നോക്കാൻ ബുദ്ധിമുട്ടുന്നത്. ഒന്നും വിഷമിക്കേണ്ട അച്ഛേ, എല്ലാം ശരിയാവും. അയാളുടെ കണ്ണീർ കാണാൻ പറ്റാതെ വൈദ്യു വേഗം എഴുന്നേറ്റു. ഒരു കൂടെ പിറപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ആശ്വാസമായേനെ. ഇത് അമ്മയോടും അച്ഛനോടും തൻ്റെ വിഷമം പറയാൻ കഴിയുന്നില്ല. വൈദ്യു മുറിയിലേക്ക് നടന്നു. ആകെ 2 മുറിയും ഒരു ഹാളും ഒരു അടുക്കളയും മാത്രമാണ്. അതിലൊന്നിൽ അച്ഛനും അമ്മയും. സീറോ ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ വൈദ്യു കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി. കണ്ണിന് ചുറ്റും കറുപ്പ് പടർന്നു. മുഖമെല്ലാം ഇരുണ്ടിയിട്ടുണ്ട്. പെൺകുട്ടികളായാൽ കുറച്ച് കളർ വേണമെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രയ്ക്ക് കളറെന്ന് ചോദിച്ചാൽ താൻ അത്ര കളറുള്ള ആരെയും കണ്ടിട്ടില്ല. പിന്നെയുണ്ട് അയാൾ, ആ വൃത്തികെട്ട മനുഷ്യൻ ത്രിലോക്. അയാൾ നല്ല കളറാണ്. ഞാനെന്തിനാ അയാളെക്കുറിച്ച് ഓർക്കുന്നേ? വൈദ്യു മുടി മുഴുവൻ വാരിക്കെട്ടി. ഒന്ന് മേൽകഴുകി വന്നപ്പോഴേക്കും അമ്മ കഴിക്കാൻ എടുത്തു വെച്ചിരുന്നു. കഴിച്ചു വേഗം കിടന്നു. നാളെ നേരത്തെ പോണം. ജൂലി സമ്മതിച്ചത് കൊണ്ടാണ് പിറ്റേന്നും അതേ ഹോട്ടലിൽ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അജിയും ജൂലി എത്തിക്കഴിഞ്ഞാണ് ചെല്ലാൻ പറ്റിയത്. റിസപ്ഷനിൽ നിൽക്കുന്ന പെൺകുട്ടി നോക്കി കൊല്ലുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല. പതിവില്ലാതെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് വൈദ്യു ഫോണെടുത്ത് നോക്കിയത്. ജോലി സമയത്ത് ഫോണ് അനുവദനീയമല്ല. താഴേക്ക് കുനിഞ്ഞിരുന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. വീട്ടിൽ നിന്ന് അമ്മയാണ്. അച്ഛന് വൈകേക കൂടിയത്രേ. വേഗം ചെല്ലാൻ പറഞ്ഞു. അച്ഛന് ഇപ്പോൾ ഇടയ്ക്ക് ഫിക്സ് വരുന്നുണ്ട്. അതാണ് കൂടുതൽ പ്രശ്നം. ലീവ് ചോദിച്ചപ്പോൾ മാനേജർ കണ്ണുരുട്ടി. കൈയും കാലും പിടിച്ചിറങ്ങി. കഴുത്തിൽ ഒരു ചെറിയ ചെയിനുണ്ട്. അതുമാത്രമാണ് ശരീരത്തിൽ ഒരു ഗോൾഡ് ഉള്ളത്. വേറെ വഴിയില്ലാതെ അതുമൂരി പണയം വെച്ച് കാശും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഓട്ടോ വിളിച്ചാണ് പോയത്. അതേ ഓട്ടോയിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞ് വേറെ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യും. വൈദ്യുവിൻ്റെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു തുടങ്ങി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ല ബുദ്ധിമുട്ട്, അവിടുത്തെ ബില്ല് താങ്ങാൻ കഴിയില്ല. രാംനാഥ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഒടുവിൽ അവിടെ അഡ്മിറ്റാക്കി. ബില്ലൊന്നും നോക്കാൻ നിന്നില്ല. അഡ്മിറ്റാക്കിയതും ICUവിൽ കയറ്റി. അമ്മയുടെ കയ്യിൽ ചെയിൻ വെച്ച് ക്യാഷ് കൊടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് നടന്നു. കുറച്ചുകൂടി ക്യാഷ് വേണം. പോകുന്ന പോക്കിൽ വീണയെ വിളിച്ചു. അവളുടെ കയ്യിൽ കുറച്ച് ക്യാഷുണ്ട്, തരാമെന്ന് പറഞ്ഞു. ജൂലി പ്ലീസ്, ഈ ലാസ്റ്റ് മിനിറ്റിൽ നീ ഇങ്ങനെ പറയല്ലേ. ത്രിലോകിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ ആരെയും നോക്കാതെ പുറത്തേക്കിറങ്ങി. ജൂലിയെ ദേഷ്യത്തിൽ നോക്കി അജിയും ഇറങ്ങി. വൈദ്യു എത്ര കരഞ്ഞു പറഞ്ഞിട്ടും മാനേജർ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ 50,000 രൂപയൊക്കെ ജോലിക്ക് കയറി 2 ദിവസത്തിനുള്ളിൽ ചോദിച്ചാൽ എവിടെ നിന്ന് കൊടുക്കാനാണ്? അതും ശമ്പളത്തിൻ്റെ ഇരട്ടി. അയാൾ സമ്മതിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വൈദ്യു കണ്ണുകൾ തുടച്ച് പുറത്തേക്കിറങ്ങി. ത്രിലോകിൻ്റെ പിറകെ ഇറങ്ങിയ അജി വൈദ്യു കണ്ണു തുടച്ച് പോകുന്നത് നോക്കി നിന്നു. ത്രിലോക് കാറെടുത്ത് വേഗം പുറത്തേക്ക് പാഞ്ഞു. ഹലോ. അജി വൈദ്യുവിൻ്റെ പിറകെ ചെന്നു. വൈദ്യു കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കി. ഇത് അന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? ദൈവമേ, എന്താ കുട്ടി കരയുന്നേ? ഒന്നുമില്ല. കണ്ണുകൾ തുടച്ചു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ?
ഹെൽപ്പ് ചെയ്തിട്ട് അതിന് പകരം ശരീരം തരണമായിരിക്കും. വൈദു അവനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. ഈ പെണ്ണെന്ത് തേങ്ങ പറയുന്നേ? അന്ന് ത്രിലോക് ചീത്ത പറഞ്ഞതുകൊണ്ട് പോയി മിണ്ടിയതാ. അവൻ ചീത്ത പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. അവൾ പോകുന്നത് നോക്കി തിരിച്ചു കാറിൽ കയറി. ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ട്. ത്രിലോക് എന്ന് കണ്ടപ്പോൾ അവൻ ചെറിയ ടെൻഷനോടെ അറ്റൻഡ് ചെയ്തു. അവളുടെ ബോയ് ഫ്രണ്ട് അറിയുമെന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി കാണാം. 2 ദിവസം കൂടി നമുക്ക് മുന്നിലില്ലേ? ഇല്ല, നീ അപ്പച്ചിയോട് പറഞ്ഞേക്ക്. അപ്പച്ചി പറയുന്ന ഏത് പെണ്ണിൻ്റെ കഴുത്തിലും താലി കെട്ടാൻ ത്രിലോകിന് സമ്മതമാണെന്ന്. ത്രിലോക് അത്രയും പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. ഹോസ്പിറ്റലിൽ 25,000 രൂപ ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്ന്. അമ്മയുടെ കയ്യിൽ ഒരു 10,000 കൊടുത്തിട്ടാണ് വന്നത്. അതും ആ ചെറിയ ചെയിൻ കൊടുത്തിട്ട് കിട്ടിയതാണ്. ഇനിയും വേണം പണം. വൈദു ഓട്ടോക്കാരനോട് പൊക്കോളം പറഞ്ഞു. ഹോട്ടലിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. ആധാരം വരെ ബാങ്കിൽ പണയത്തിലാണ്. പെട്ടെന്നാണ് അവൾക്ക് അജയെ ഓർമ്മ വന്നത്. അവൾ ഹോട്ടലിലേക്ക് ഓടി അബികയോട് ചോദിച്ചു. അജയുടെ നമ്പർ വാങ്ങി. ത്രിലോക് TV തല്ലി തകർക്കുന്ന കണ്ട് അജയ് ഒന്നും മിണ്ടാതിരുന്നു. അജയുടെ ഫോൺ ബെല്ലടിച്ചപ്പോൾ പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഹലോ, ആരാ? ഹലോ സാർ, നമ്മൾ ഇന്ന് കണ്ടില്ലേ ഹോട്ടലിൻ്റെ മുമ്പിൽ? ഹോട്ടലിൻ്റെ മുമ്പിലോ? ആ, എന്നോട് ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചില്ലേ? ഓ, മനസ്സിലായി. എന്താ കുട്ടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് സാറിനെ ഒന്ന് നേരിൽ കാണണം. പറ്റില്ലെന്ന് പറയരുത്, അത്യാവശ്യമാണ്. കുട്ടി ഇപ്പോൾ എവിടെയാ? ഞാൻ ആ ഹോട്ടലിൻ്റെ മുന്നിലുണ്ട്. അവിടെ നിൽക്ക്, ഞാൻ വേഗം എത്താം. അത്രയും പറഞ്ഞ് ഫോൺ കട്ടാക്കി ത്രിലോകിൻ്റെ അടുത്തേക്ക് ചെന്നു. അജി വിളിക്കുന്ന കേട്ട് ചുവന്ന കണ്ണുകൾ ഉയർത്തി ത്രിലോക് അവനെ നോക്കി. ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. ചീപ്പാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ല. ത്രിലോക് നെറ്റിച്ചടിച്ച് എഴുന്നേറ്റു. എന്താടാ? ഇനി ഇങ്ങോട്ട് ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കണം. നീ എന്തായാലും ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ പോയിട്ട് കാര്യം ഓക്കെ ആയാൽ നിന്നെ വിളിക്കാം. അജയ് അത്രയും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ത്രിലോക് ഒന്ന് നിശ്വസിച്ച് സിഗരറ്റ് എടുത്ത് കത്തിച്ചു. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. നിൽപ്പും കരച്ചിലും കണ്ടിട്ട് പലരും നോക്കി പോകുന്നു. ഒരു ബ്ലാക്ക് കളർ കാർ അവളുടെ അടുത്തായി പാർക്ക് ചെയ്തു. വൈദു തലയുയർത്തി. അജയ് സംശയത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി. കുട്ടിയാണോ വിളിച്ചത്? വൈദു സങ്കടത്തോടെ തലയാട്ടി. എന്താ പ്രശ്നം? അജി ചോദിച്ചതും വൈദു ചെറിയ വിതമ്പലോടെ തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അജി മനസ്സിൽ ചിരിച്ചു. ക്യാഷാണ് പ്രശ്നം. അത് കൊടുത്താൽ അവൾക്ക് തിരിച്ചു നമ്മളെ സഹായിക്കേണ്ടി വരും. അജിയുടെ കണക്കുകൂട്ടലുകൾ പിഴക്കാതെ അവൻ വേഗം കാറിൽ നിന്നും ചെക്കെടുത്ത് 2 ലക്ഷം രൂപ എഴുതി സൈൻ ചെയ്ത് അവൾക്ക് നേരെ നീട്ടി. വൈദു അത് കാണി പകപ്പോടെ നോക്കി. വാങ്ങിക്ക്. അജയ് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ വൈദുവിന് വാങ്ങിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. ഏയ് വേണ്ട, എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഇപ്പോഴല്ല, പിന്നെ. ഇപ്പോൾ താൻ എന്തായാലും ചെല്ല്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ തന്നെ വിളിക്കാം. അജി തലയാട്ടി കാറിൽ കയറി. ഒരു നിമിഷം അവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് തെറ്റായോ എന്ന് പോലും വൈദുവിന് തോന്നി. പക്ഷെ അച്ഛനെ ആലോചിച്ചപ്പോൾ അവൾ വേഗം ബാങ്കിലേക്ക് ചെന്നു. അജയ് സാർ പറഞ്ഞ 2-ാം ദിവസമാണിന്ന്. അച്ഛൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അമ്മയുടെയും അച്ഛൻ്റെയും ഡ്രസ്സ് കഴുകി വേറെ ഡ്രസ്സ് എടുക്കാൻ വീട്ടിൽ വന്നതാണ്. അരക്കിക്കുളി കഴിയുമ്പോൾ ഉമ്മറത്ത് ബുള്ളറ്റ് നിർത്തുന്ന ശബ്ദം കേട്ടു. വൈദു വേഗം പുറത്തേക്ക് ചെന്നു. ശിവനാണ്. അയാൾ പരിസരം മൊത്തം നോക്കുന്നുണ്ട്. എന്താ? വൈദു ചോദിച്ചതും ശിവൻ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി. ദിവാകരേട്ടന് സുഖമില്ലെന്ന് കേട്ടു. ഹോസ്പിറ്റലിലാണ്. കാശിന് വല്ല അത്യാവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, ശിവൻ പറഞ്ഞതിന് വൈദു തലയാട്ടി. അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ തിരിച്ച് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. വൈദു ഉള്ളിലേക്ക് നടന്നു. അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിലാക്കി. ഇന്ന് എന്തായാലും ജോലിക്ക് പോകണം. ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസയും കൊടുത്ത് ഹോട്ടലിലേക്ക് ചെന്നു. മാനേജർ കുറച്ച് മുഖം വീർപ്പിച്ചെങ്കിലും അവസ്ഥ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. അബിക കാണാൻ കാത്തിരിക്കുമായിരുന്നു. അവൾ ചെന്ന ഉടനെ അജയ് സാറിൻ്റെ നമ്പർ എന്തിനാ വാങ്ങിയെന്ന് ചോദിച്ചു. വാങ്ങി, പക്ഷെ വിളിച്ചില്ലെന്ന് പറഞ്ഞു. എന്തോ അവളോട് പറയാൻ തോന്നിയില്ല. ഭാഗ്യം, അബിക പറഞ്ഞപ്പോൾ ഞെട്ടിയത് ഞാനാണ്. എൻ്റെ ഭയം കണ്ട അവൾ ചിരിച്ചു. നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അവൾ ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു തള്ളാൻ ശ്രമിച്ചു. ആരാ അജയ്? ഒരു ചെറിയ ഇടർച്ചയോടെയാണ് ചോദിച്ചത്. അജയ് സാർ ത്രിലോക് സാറിൻ്റെ റിലേറ്റീവാണ്. ത്രിലോക്? വൈദ്യു നെറ്റി ചൊളിച്ചു. അന്നൊരു മദാമയുടെ കൂടെ കണ്ടില്ലേ, മീശയില്ലാത്ത ഒരു ഗ്ലാമർ മാൻ. വൈദ്യു മനസ്സിലായ പോലെ ഒന്ന് മൂളി. അതാണ് ത്രിലോക് ജാദവ് രാംനാഥ്. ഈ ഹോട്ടൽ
രാംനാഥ് ഹോസ്പിറ്റൽ, രാംനാഥ് തിയേറ്റർ, TJR മാൾസ് എല്ലാത്തിൻ്റെയും ഓണറാണ് ഈ ത്രിലോക് സാർ. ഈ ത്രിലോക് സാറിന് വേണ്ടി അജയ് സാർ എന്ത് വേണമെങ്കിലും ചെയ്യും. അവർ ചെയ്യുന്നതിൽ മറ്റുള്ളവരുടെ നഷ്ടം നോക്കില്ല. അവരുടെ മാത്രം ലാഭമായിരിക്കും അവർക്ക് വലുത്. കഴിഞ്ഞ തവണ മോഹിനി മാം വരുന്നവരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവർ വന്നു പോയപ്പോൾ മുതൽ രണ്ടും മുട്ടിന് തീപിടിച്ച പോലെ നടക്കുക. കാരണം എന്താണെന്നറിയില്ല. അബിക പറഞ്ഞപ്പോൾ എൻ്റെ ചെവിയിൽ അപായ സൂചന മൂളാൻ തുടങ്ങി. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ അജയ് സാർ ആണ്. വൈദുവിന് കോൾ അറ്റൻഡ് ചെയ്യാൻ ഭയം തോന്നി. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാതെ സൈലൻ്റാക്കി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. വൈദു ഫോൺ ബാഗിൽ നിന്നെടുത്ത് അജയാണെന്ന് അറിഞ്ഞപ്പോൾ ബാഗിൽ തന്നെ ഇട്ടു. 10 സെക്കൻഡ് കഴിഞ്ഞില്ല, അരികിലേക്ക് ഒരു ബ്ലാക്ക് കാർ പാഞ്ഞു വന്നു നിന്നു. വൈദു പെട്ടെന്ന് പേടിച്ച് മാറി നിന്നു. കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയ ആളെ കണ്ട് വൈദു ഞെട്ടി. വരുത്തിച്ച ചിരിയോടെ ഇറങ്ങി വരുന്ന അജയ് വന്നു അവൾക്കെതിരെ നിന്നു. വൈദു ഭയത്തോടെ ചുറ്റും നോക്കി. സ്റ്റോപ്പിൽ ആളുകളെ ഇല്ല. എന്താ കുട്ടി, ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ എടുത്തൂടെ? അത് ഞാൻ പിന്നെ രാത്രിയായതുകൊണ്ട്. വൈദു വിക്കി. വന്ന കാര്യം പറയാം. നാളെ എന്തായാലും നമ്മൾ തമ്മിൽ കാണണം. ഇല്ലെങ്കിൽ അവൻ അവസാനം ചൂണ്ടുവിരൽ ഉയർത്തി ഗൗരവത്തോടെ പറഞ്ഞതും വൈദു പേടിച്ച് ഉമിനീരിറക്കി. അജയ് തിരിച്ചു കാറിൽ കയറിപ്പോയി. നാളെ ഇനി എന്ത് നടക്കുമെന്ന ഭയത്തിൽ വൈദു വീട്ടിലേക്ക് ചെന്നു. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കുറെ ലീവ് എടുത്തതുകൊണ്ട് ലീവ് പറയാൻ പറ്റില്ല. പിറ്റേന്ന് റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നി. 11 മണിയോടെ അടുക്കുമ്പോൾ കോൾ വന്നു. അബിയോട് പറഞ്ഞിട്ട് വേഗം ഇറങ്ങി. അജയുടെ കാർ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. വൈദു അത് നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി. അവനും കാർ പുറത്തേക്ക് എടുത്തു. ബസ് സ്റ്റോപ്പിൽ ചുറ്റും ഭയത്തോടെ നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അജയ്ക്ക് ചിരി വന്നു.